ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിന്റെ 2 പ്രൊമോ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോ പെട്ടെന്നൊന്ന് കണ്ടിട്ട് അതിൽ ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർത്ത് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രൊമോ വേണ്ട, രണ്ടാമത്തെ പ്രൊമോ ആദ്യം പ്ലേ ചെയ്യാം. ഇത് അടുത്ത പ്രാവശ്യം ചുവപ്പ് കാർഡായിട്ട് മാറും. ആ കാർഡ് കാണിക്കുന്ന വ്യക്തിക്ക് എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യാം. ചുവപ്പ് കാർഡാകുമ്പോഴത്തേക്ക് ഇത് ആർക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എണീക്കാം. ലാലേട്ടൻ ഇന്ന് കണക്കിന് കിട്ടിയത് തന്നെ ജാൻമണി ആയിരിക്കും എടുത്ത് യെല്ലോ കാർഡ് കാണിക്കുന്നത്. അവർ ബിസിനസ് ക്ലാസ് അവർ വൈറ്റ് കാർഡ് APL അത് കാണിക്കണം. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഫുട്ബോളിൽ ഉദ്ദേശിച്ചിട്ട് കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നല്ല പൂരപ്പാട്ട് വൈകിട്ട് കേൾക്കേണ്ടി വരും ഞങ്ങളെല്ലാവരും. അവരുടെ പ്രാക്കുണ്ടല്ലോ, അവരുടെ ശാപം കഴിഞ്ഞ ആഴ്ച എനിക്ക് ഏറ്റവും എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഇനിയിപ്പോൾ ഈ കാർഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാമല്ലോ. ഇത് ഒരു വാണിംഗ് ആണ്. ജാൻമണിക്ക് ഒരു വാണിംഗ് കൊടുക്കാതെ പറ്റില്ല. വേറെ എന്ത് ചെയ്യാനാണ്? ഇന്ന് ഓങ്ങിയവൻ അല്ലെങ്കിൽ ഓങ്ങിയവൾ നാളെ അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് സീസൺ 6 മുന്നോട്ടേക്ക് പോകുന്നത്. അടിക്കത്തില്ല എന്ന് വിചാരിച്ച ഒരാളുടെ ചാട്ടിയുള്ള ഒരൊറ്റ അടിയിൽ സീസൺ 6 ആകെ മൊത്തത്തിൽ പണ്ടാരം അടങ്ങി പോവേണ്ടതായിരുന്നു. ഇപ്പോൾ കോടതിയിൽ കേസൊക്കെ ആയി. ഹൈക്കോർട്ട് കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്തെ കണ്ടന്റ് പരിശോധിക്കണമെന്നുള്ളത്. ഒറ്റ അടിയിൽ ശ്രദ്ധയില്ലായ്മ കാണിച്ചതാണ്. അവരൊറ്റ അടിയിൽ ഒരു കണ്ടസ്റ്റന്റ് പുറത്തേക്കും പോയി. അപ്പോൾ ജാൻമണിക്ക് ഇവിടെ ഒരു യെല്ലോ കാർഡെങ്കിലും കാണിക്കേണ്ടതുണ്ട്. അടുത്ത തവണ ഉടനെ തന്നെ അവർ ചുവപ്പ് വാങ്ങിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ചുവപ്പ് വാങ്ങിച്ചിട്ട് പോവോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പോവോ എന്നുള്ളത് നമുക്കറിയില്ല. എവിക്ഷൻ പ്രക്രിയ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആഴ്ച ഏതായാലും കണ്ടസ്റ്റൻസ് സേവ് ആകാൻ സാധ്യതയുണ്ട്. ഈ കാർഡ് കാണിച്ചിട്ട് ഇനിയിപ്പം നാളെ ഏതായാലും പുറത്തു വിടത്തില്ല. ഇന്ന് ചുവപ്പ് കൊടുത്ത് അപ്പോൾ ജാൻമണി സേഫായോ? ഇനിയിപ്പം അഭിഷേക് ശ്രീകുമാറിനെ കാർഡ് കൊടുത്ത് അവിടെ പേടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീകുമാറിൻ്റെത് മറ്റൊരു പ്രൊമോയിൽ വന്നിട്ടുണ്ട്, അത് പ്ലേ ചെയ്യാം. ഓർക്കുക, ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശികളും. അനശ്വര സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ കുറിച്ചതുപോലെ പുഴുക്കളും പൂമ്പാറ്റകളും പറവകളും പക്ഷികളും ഈ വിളക്കിന് ചുറ്റും പറന്നെത്തുന്ന ഈയാം പാറ്റകളും മുതൽ മനുഷ്യർ വരെയുള്ള പ്രപഞ്ച സൃഷ്ടികളെല്ലാം ഭൂമിയുടെ അവകാശികളാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ അന്തരങ്ങളൊന്നും തന്നെ വ്യക്തി സമത്വത്തെ ബാധിക്കാൻ പാടില്ല. പക്ഷേ അതിന് വിപരീതമായ ചില പ്രവൃത്തികൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചു. മത്സരാർത്ഥികളിൽ ഒരാൾ മറ്റു ചില കമ്മ്യൂണിറ്റികളെ ഇകഴ്ത്തി സംസാരിച്ചു. അത് അനുവദനീയമല്ല, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദിക്കുക തന്നെ ചെയ്യും. ശരിയാണ് ലാലേട്ടാ, ശക്തമായിട്ട് തന്നെ ചോദിക്കണം. അപ്രതീക്ഷിതം, അസ്വാഭാവികം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സംഗതിയാണോ? നല്ല പെർഫോമൻസ്. കാര്യം നിങ്ങളെ വലിയ ഇഷ്ടമാണെങ്കിലും ഇമാതിരി പെർഫോമൻസുകൾ കാണുന്ന സമയത്ത് വേറെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ഈ ചങ്ങായിയുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ പ്രൊഫൈൽ എന്തുവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല്? 10-25 ഫേക്ക് ഐഡി വെച്ചിട്ട് LGBTQ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന, സൈബർ ബുള്ളി ചെയ്യുന്ന, സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ് ഉണ്ടായിരുന്നു. അതായിരുന്നു അവൻ്റെ പ്രൊഫൈൽ. അവനെ എല്ലാ ആളുകൾക്കും അറിയാം, കുപ്രസിദ്ധനാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ഷോയിലേക്ക് എടുത്തിട്ട് അവനത് പറഞ്ഞൊന്നും പറഞ്ഞ് ഈ പ്രഹസനം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ലാലേട്ടാ, ബഹുമാനമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവനിവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കാൻ തക്ക തരത്തിലേക്കുള്ള സെലക്ഷൻ ടീമാണോ ബിഗ് ബോസിലുള്ളത്? അപ്പോൾ അതാണ് പറയുന്നത്, അതായിരിക്കും അവൻ്റെ പൊളിറ്റിക്സ്, അതായിരിക്കും അവൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളതിനെ ഈ ഒരു വേദിയിൽ അനുവദിക്കത്തില്ല എങ്കിൽ എന്തിനവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? അവൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ടും അവനെ സോഷ്യൽ മീഡിയയിൽ താങ്ങി നിർത്തുന്നതായിട്ട് അവൻ വിചാരിക്കുന്നതും അവൻ്റെ ഈ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തിനെ കൊണ്ടുവന്നിട്ട് അവൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത കോമഡി ആയിപ്പോയി. അത് പറഞ്ഞത് ശരിയല്ല, അതൊക്കെ നമുക്ക് ന്യായം തന്നെ. പക്ഷെ ഞാൻ പറയണത്, അങ്ങനെ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവനിവിടെ ഇരുന്നൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ക്ലാസ് എടുക്കൂ. എനിക്കറിയത്തില്ല ഇതെന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം, അഭിഷേക് ശ്രീകുമാർ പക്ഷേ ബിഗ് ബോസിലേക്ക് വന്നപ്പോഴത്തേന് കുറേ മാറിയിട്ടുണ്ട്. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കുറേ ഐഡിയ ഉള്ള ഒരു ചങ്ങായിയാണ്. എന്നെയൊക്കെ എന്ത് ശത്രുതയില കാണുന്നതെന്നറിയോ? ഇവരെ എന്തോ കൊല്ലാൻ വരുന്നത് പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവന്മാർക്ക് നമ്മളെ കാണുന്ന സമയത്ത്. അപ്പം LGBTQ വിഭാഗത്തിലുള്ള ആൾക്കാരോട് എന്ത് ശത്രുതയായിരിക്കും ഇവർക്കുള്ളത്? ഭയങ്കര സൈബർ അറ്റാക്ക് തന്നെ. ഇപ്പം നാദറ മെഹർ എല്ലാവരും എപ്പോഴും പൊക്കി പറയും, നാദറ വന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. നാദറയ്ക്ക് പുറത്തിറങ്ങിയിട്ട് വല്ല സമാധാനം ഉണ്ടോ? നാദറയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്ക്, ഭയങ്കരമായിട്ടുള്ള ഷെയ്മിങ് ആണ്. ഇവന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതി, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അലക്കുമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ. എന്ത് മോനെ അങ്ങനെ പറയാമോ മോനെ,
എന്നൊക്കെ ചോദിച്ചിട്ട് പിടിച്ചിരുത്തുമായിരിക്കും. അല്ലാതെ എന്ത് പറയാനാണ്? അവനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവൻ പറയുന്ന സാധനം കേൾപ്പിക്കാൻ പറ്റില്ല, ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പ്രവർത്തനം കാണിക്കേണ്ട ആവശ്യമില്ല. അത് വിടാം. ഇനിയിപ്പോൾ ലൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ സിബിനാഷാൻ നൃത്തത്തിൻ്റെ പാഠങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈ കൊറിയോഗ്രാഫി ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര പ്രൊഫഷണലാണ് പുള്ളിക്കാരൻ. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനെ പുള്ളി ബഹുമാനിച്ചില്ല. ഈ പാട്ടൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനൊക്കെ പറയണമല്ലോ. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ക്യാപ്റ്റൻ്റെ ഒരു കൈകടത്തൽ വന്ന സമയത്ത് ഈ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ജാസ്മിൻ്റെ കൈകടത്തൽ വന്നപ്പോഴത്തേനും സിബിൻ മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് ജാസ്മിൻ്റെ പരാതി. ജാസ്മിൻ അങ്ങ് പൊട്ടി തകർന്ന് കരഞ്ഞ് കൂവി കുറേ നേരം ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞു, ഗബ്രിയോട് കരഞ്ഞു, റസ്മിനോട് കരഞ്ഞു, പണ്ടാര മടങ്ങി അവസാനം കൺഫെഷൻ റൂമിലേക്ക് പോയി. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറെങ്കിലും ബിഗ് ബോസുമായി സംബന്ധിച്ചു. ഇടയ്ക്കത്തെ ഭാഗങ്ങളെ നമ്മൾ കേൾപ്പിക്കുകയുള്ളൂ. അപ്പം ജാസ്മിൻ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് ആളുകൾ വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ, തനിക്ക് തോന്നുന്ന സംശയങ്ങൾ, തൻ്റെ ആകുലതകൾ എല്ലാം അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ആസ് യൂഷ്വൽ നമ്മളെ കേൾപ്പിക്കുന്ന അതായിരിക്കും, ജാസ്മിൻ നിങ്ങളൊരു മികച്ച കണ്ടസ്റ്റൻ്റാണ്, അതേപോലെ ഇത് ഈ ഗെയിമിൻ്റെ രീതിയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് വലുതായി ചിന്തിക്കാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടി തകർന്ന് ഇത് പറ്റണില്ല, നിർത്താം, ഷോ കിട്ടിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നീട് അതിനകത്ത് ജോയിൻ ആവുമെന്നാണ് നമ്മൾ കാണുന്നത്. സിബിൻ ഈ ഒരു കാര്യം റസ്മിൻ ചോദിച്ച സമയത്ത് സമ്മതിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റായിപ്പോയത്, പക്ഷെ ഞാൻ ആ ഒരു തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ അവൾ എൻ്റെ തലയിൽ കയറാൻ സാധ്യതയുണ്ട്, അത് ന്യായം, അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോംപ്രമൈസ് ആവുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ശരിക്കും ആളുകൾക്ക് വലിയ അതൃപ്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പം വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിൻ ആയതുകൊണ്ട് ആളുകൾ പറയാൻ സാധ്യതയുണ്ട് അതൃപ്തികൾ. പക്ഷേ ജാസ്മിൻ ഈ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള ഒരു തലവേദനയായിപ്പോയി. കാരണം അത്രയധികം കോർണർ ചെയ്യപ്പെടാനായിട്ടും അത്രയധികം ആളുകളാൽ ആക്രമിക്കപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത ഒരുക്കി കൊടുത്തത് ആ ഒരു ക്യാപ്റ്റൻസിയാണ്. അതേപോലെ പവർ കിട്ടിയതിന് ശേഷം അതുകൊണ്ട് ഒരു ഉപകാരവും സ്വയം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണിയെല്ലാം എടുക്കുകയും വേണം, എന്നാൽ പട്ടി വിലയും ആളുകൾക്ക്. പല സാഹചര്യങ്ങളിലും ജാസ്മിനെ അപമാനിച്ച് വിടുന്നത് നമ്മൾ കണ്ടതാണ്. സിബിനൊക്കെ വന്നതിന് ശേഷം, നന്ദനൊക്കെ വന്നതിന് ശേഷം, അതേപോലെ അഭിഷേക്, ശ്രീകുമാറൊക്കെ ആണെങ്കിലും കാര്യമായി തന്നെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത്. ഈ പഴയ കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ജാസ്മിനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ അടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നന്ദനൊന്നും പറയുന്ന സാധനം നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മുമ്പേ ആരോ പറഞ്ഞ് പൊളിറ്റിക്കലി റോങ് ആയിപ്പോയി ഞാനങ്ങനെ ലോക്കൽ ഡയലക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്നുള്ളത്. ക്ഷമ ചോദിക്കുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പൊട്ടക്കണ്ടിലെ തവള എന്ന് വിളിക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇവിടെ പത്രമുണ്ട്, TV ഉണ്ട്, ജിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടെയൊക്കെ തങ്ങളുടെ പെരുമാറ്റ രീതി പരിഷ്കരിക്കുന്നതിനകത്ത് എന്തെങ്കിലും പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള സംഗതി ഉണ്ടോ? പെരുമാറ്റമൊക്കെ പരിഷ്കരിക്കണം. നമ്മളൊരു ഗ്ലോബൽ സിറ്റിസൺ ആവാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ നാട്ടിലെ ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ട്, ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ TV കാണുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ക്വാളിറ്റിയെ ഏത് രീതിയിൽ വിലയിരുത്തണം? പിന്നെ ആളുകൾ പറയുന്നു എനിക്ക് പുച്ഛമാണ്. പിന്നെ ഈ ചില ആക്ടിവിറ്റി കാണുന്ന സമയത്ത് പുച്ഛം തോന്നും. അത് ഞാൻ പുച്ഛമില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഫേക്കായിപ്പോവും. അല്ല, നമ്മൾ പുച്ഛിക്കേണ്ടാത്ത അധിക സാധനങ്ങൾ ഉണ്ട് അതിനകത്ത്. പുച്ഛിക്കാനുള്ളതിന് പുച്ഛിക്കുക, അതൊക്കെ നമ്മുടെ സ്ഥായി സ്വഭാവമല്ലേ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെയും ആളുകൾ പുച്ഛിക്കാറുണ്ട്. അപ്പോൾ അത് അർഹതയുള്ളതാണ് എന്നുണ്ടെങ്കിൽ സ്വീകരിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ആൾക്കാർക്ക് പുച്ഛിക്കാനുള്ള റൈറ്റൊക്കെ ഉണ്ട്, അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.